ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കല്ലുമ്മക്കായ് പോളയാണ്. അപ്പം നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടി ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായിലേക്ക് മസാല ചേർത്ത് കൊടുത്തത് നോക്കാം. അപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പോൾ കല്ലുമ്മക്കായ ഒന്ന് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതിവിടെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത അതിലേക്ക് തന്നെ നമുക്ക് 2 ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പോള, ബീഫ് പോള ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മൾ ഇവിടെ കല്ലുമ്മക്കായ് പോള ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സ്നാക്സിനെല്ലാം പറ്റിയ നല്ലൊരു പോളയാണ്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കല്ലുമ്മക്കായ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 6 കോഴിമുട്ടാണ് എടുത്തത്. ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പൂച്ചെല്ലാം ഇവിടെ മണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ബീറ്റ് ചെയ്യണം, എന്നാലേ ഒന്ന് നമ്മുടെ പോള ഇവിടെ സെറ്റായി കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച മസാലയും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് അതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മസാലയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇതെല്ലാം കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് പാനൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ബാറ്റർ ഒന്ന് ഈ പാനിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അതൊന്ന് ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിൻ്റെ അടിയിൽ ഒരു മൂടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം.
ആ ക്യാരറ്റും കൂടി ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇടാൻ. ഇനി നമുക്ക് ഒരു തക്കാളിയും കൂടി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതാ ഒരു തക്കാളി ഇവിടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ അതാ ക്യാരറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. തക്കാളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 തക്കാളിയാണ് ഞാൻ ഇവിടെ വെച്ചത്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ പോള ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് പോള ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.